സുഹൃത്തുക്കളെ, ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയുടെ ഒരു ഗംഭീര പോസ്റ്ററുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പോസ്റ്ററുകളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഇതുവരെ നമ്മളുടെ മുമ്പിലേക്ക് കിട്ടിയ അവസാനത്തെ പോസ്റ്റർ അടക്കം. മമ്മൂക്കയാണ് ഇതിലത്തെ ഒരു നായകനല്ല, പ്രതിനായകനായിട്ട് അഭിനയിക്കുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ആസിഫ് അലി ചെയ്യേണ്ടിരുന്ന ഇതിലത്തെ നായക വേഷം ഇപ്പോൾ ചെയ്യുന്നത് അർജുൻ അശോക് എന്ന് പറയുന്ന ആ ഒരു ഗംഭീര നടനാണ് കേട്ടോ. ഒരു തരത്തിലും ആസിഫ് അലിയാണോ അർജുൻ അശോകനാണോ ഏറ്റവും നല്ലതെന്ന് നമുക്കൊന്നും പറയാൻ സാധിക്കത്തില്ല. ഒരുപക്ഷെ ഒന്നുകൂടി നന്നായിട്ട് അർജുൻ അശോകൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് ഈ സിനിമ ചെയ്യാനാകുമെന്ന് തന്നെയാണ് എനിക്ക് ഒരു വിശ്വാസമുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇത്ര കാലമുള്ള ഒരു അഭിനയശേഷി, അഭിനയ രീതിയൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ ഈ ഒരു പടം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മാറ്റിവെക്കാവുന്ന ഒരു പടം തന്നെയായിരിക്കും. ഇങ്ങനെ ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ നമ്മൾ ഈ സിനിമയുടെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത്, അതിൻ്റെ ക്രൂവിലേക്ക് നോക്കുന്ന സമയത്ത് രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്ത് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. രാഹുൽ സദാശിവനെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഭൂതകാലം എന്ന് പറയുന്ന ആ ഒരു ആദ്യത്തെ സിനിമ നിങ്ങൾ കാണുക തന്നെ വേണം. ആ ഒരു സിനിമ കാണാതെ രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന ആ ഒരു സംവിധായകനെ ആരും അളക്കാൻ പോകരുത് എന്നൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം രാഹുൽ സദാശിവന്റെ ഭൂതകാലം എന്ന് പറയുന്ന ആ ഒരു ആദ്യ സിനിമ പകലാവട്ടെ രാത്രിയാവട്ടെ നിങ്ങൾ എപ്പോൾ കാണുകയാണെങ്കിലും അത് നിങ്ങളെ നന്നായിട്ട് ഭ്രമിപ്പിക്കും. ഒപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് ഭയപ്പെടുത്താനായിട്ട് ചുമ്മാ അവിടെ ഇവിടെ നമുക്ക് പ്രേതങ്ങളും മറ്റൊന്നും കാണിക്കുന്നില്ല. പക്ഷേ അതിലത്തെ മേക്കിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ, നമുക്ക് വളരെയധികം ഭയം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് മാനസികമായിട്ട് നമ്മളെ മാറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് ഭൂതകാലം എന്ന് പറയുന്നത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ കാര്യം, ആളുകളൊക്കെ സംസാരിക്കുന്നത് ഈ കളർ സിനിമയുള്ള സമയത്ത് എങ്ങനെയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ഇവർക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന പോസ്റ്ററുകളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തന്നെയായിരിക്കും ഈ ഒരു കളർ ലോകത്ത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നുണ്ടായിരിക്കുക. ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇതിനു മുമ്പും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഈ കളറൊക്കെ ഉള്ള സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല നിറങ്ങളുള്ള സിനിമകളൊക്കെ ഉള്ള സമയത്ത് തന്നെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത് ഭാർഗവി നില എന്ന് പറയുന്ന നമ്മുടെ മധുചേട്ടനൊക്കെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. നമ്മുടെ വൈക്കമുത്ത് ബഷീറിൻ്റെ ഒരു നീല വെളിച്ചം എന്ന് പറയുന്ന കഥയെ ആധാരമാക്കിയിട്ടാണ് ഭാർഗവി നില എന്ന് പറയുന്ന ആ ഒരു സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിയത്. എനിക്ക് രണ്ടും, ആ സിനിമ കണ്ടതിനാലും ഒപ്പം തന്നെ അതിൻ്റെ പുസ്തകം വായിച്ച ഒരു അനുഭവം ഉള്ളതിനാലും രണ്ടും ഗംഭീരമായിട്ടുണ്ട്. സിനിമ കണ്ട എനിക്ക് അല്ലെങ്കിൽ പുസ്തകം വായിച്ച എനിക്ക് രണ്ടും വെവ്വേറൊന്നും മാറ്റി നിർത്താൻ സാധിക്കത്തില്ല. സിനിമ ഒരു വേറെ രീതിയിലാണ് നമ്മുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു എഴുത്തുകാരൻ്റെ ഒരു മനോഗതിക്ക് അനുസരിച്ച് തന്നെ ആ ഒരു സിനിമ മുന്നോട്ട് കൊണ്ടുപോകാനും ഗംഭീരമായിട്ട് അഭിനയിക്കാനും നമ്മുടെ മധു എന്ന് പറയുന്ന ആ ഒരു മനുഷ്യന് അന്ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊക്കെയാലും മധുചേട്ടൻ്റെ അഭിനയത്തെ ഈ അടുത്ത കാലത്ത് ആ ഒരു സിനിമ വീണ്ടും റീമേക്ക് ചെയ്തായിരുന്നു. നമ്മുടെ നീല വെളിച്ചം എന്ന രീതിയിൽ ആ ഒരു നീല വെളിച്ചം എന്ന രീതിയിൽ ആ റീമേക്കിൽ നമ്മുടെ ടോവിനോ തോമസ് അഭിനയിച്ചത്, സത്യം പറയാം എനിക്ക് ടോവിനോ തോമസിൻ്റെ ആ ഒരു അഭിനയത്തെ ഇഷ്ടമായില്ല എന്ന് പറയാൻ കാരണം അതിനു മുമ്പ് തന്നെ ഞാൻ ഭാർഗവി നിലയത്തിലെ മധുചേട്ടൻ്റെ അഭിനയം കണ്ടതുകൊണ്ട് മാത്രമാണ്. എന്തായാലും അന്ന് കളറൊക്കെ ഉള്ള സമയത്ത് ആ ഭാർഗവി നിലയം എന്ന് പറയുന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും അതിൽ അവർ വിജയിക്കുകയും ചെയ്തായിരുന്നു. അതൊരു ഗംഭീര പരീക്ഷണ ചിത്രമായിരുന്നു എന്ന് നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു കളയാം. കാരണം കളറുള്ള സമയത്ത് പഴയ ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ കാണാൻ ആരെങ്കിലും കയറുമോ എന്നൊക്കെ ഒരുപക്ഷെ അവർക്കും സംശയം ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ സംവിധായകർക്ക്, അതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ആളുകളൊക്കെ തള്ളിക്കയറി ആ സിനിമ കണ്ടു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലത്തെ ചില പാട്ടുകളൊക്കെ നൂറ്റാണ്ടിൻ്റെ പാട്ടുകളായിട്ട് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കൂടി ഭാർഗവി നില എന്ന് പറയുന്ന ആ ഒരു സിനിമയിലുണ്ട്. നമുക്ക് ഈ ബ്രഹ്മയുഗം എന്ന് പറയുന്ന മമ്മൂക്കയുടെ നായക വേഷത്തിലേക്ക് എത്തുന്ന ഈ സിനിമയിലേക്ക് എത്താം. അദ്ദേഹത്തിന് ലാസ്റ്റ് ഇറങ്ങിയ തലയിൽ ഒരു വലിയ കിരീടമണിഞ്ഞ, ഒരു തെയ്യക്കോലത്തിൻ്റെ പോലെയുള്ള ഒരു കിരീടമണിഞ്ഞ ആ ഒരു വേഷം കാണുമ്പോൾ ആളുകളെ അതിനെ പഴയ കാലത്തെ ചില സിനിമകളുമായിട്ടൊക്കെ, ഭാസ്കര പട്ടേലിൻ്റെ വേഷവുമായിട്ടൊക്കെ വളരെ പെട്ടെന്ന് അങ്ങോട്ട് താരതമ്യം ചെയ്ത് കളയുന്നുണ്ട്. അത്തരമൊരു താരതമ്യത്തോട് എന്തോ എനിക്ക് തീരെ ഇഷ്ടം തോന്നുന്നില്ല. അതങ്ങനെയൊന്നും താരതമ്യം ചെയ്യപ്പെടേണ്ട ഒരു സിനിമയല്ല നമ്മുടെ മുമ്പിലേക്ക് എത്താൻ പോകുന്നതെന്ന് കൃത്യമായിട്ടൊരു തോന്നൽ എനിക്കുണ്ട്. കാരണം ഭൂതകാലം ചെയ്ത മനുഷ്യനാണ് ബ്രഹ്മയുഗം ചെയ്യുന്നതെങ്കിൽ അത് നമ്മളെ അമ്പരപ്പിച്ച് കളയുന്ന കാര്യത്തിൽ ഒരു സംശയം ഉണ്ടായിരിക്കില്ല. എന്തായാലും ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് സിനിമ തന്നെയായിരിക്കും ബ്രഹ്മയുഗം എന്ന് തോന്നുന്നു. നമ്മുടെ മുമ്പിലേക്ക് ഈ നിറങ്ങൾ ഒക്കെ ഉള്ള സമയത്ത്
ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എങ്ങനെയായിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഇവന്മാരെല്ലാവരും കൂടിയിട്ട് പ്രസന്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു എക്സൈറ്റ്മെന്റ് എന്തായാലും ഇതിന്റെ അവസാന നിമിഷമാവുമ്പോഴേക്കും നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഇവർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മലയാളത്തിലെ ഒരു വലിയ പരീക്ഷണ ചിത്രം തന്നെയായിരിക്കണം നമ്മുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്നത്. കളറുകളുള്ള എല്ലാ തരത്തിലുള്ള നിറങ്ങളും അങ്ങനെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, അതീവ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അത് നമ്മളെ അവിടെ ഇരുത്തി പേടിപ്പിച്ച് കളയാൻ വേണ്ടി മാത്രമായിരിക്കണം. എൻ്റെ തോന്നലുകളാണ്. നിങ്ങളുടെ തോന്നൽ കൂടി കഴിയുമെങ്കിൽ ഇതിന് താഴെ ഒന്ന് പങ്കുവയ്ക്കാൻ ശ്രമിക്കുക. ബൈ.